നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. പുതിയ പ്രതീക്ഷകൾ വച്ചു പുലർത്താൻ സാധിക്കുന്ന ഒരു സമയത്തിലേക്ക് ഈ നക്ഷത്രക്കാരുടെ ജീവിതം എത്തിയിരിക്കുന്നു. സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ ജീവിതം രക്ഷപ്പെടുന്ന, എല്ലാവിധത്തിലും ഐശ്വര്യങ്ങൾ വന്നു ചേരുന്ന, പ്രതീക്ഷകൾക്കൊത്ത ജീവിതം നയിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നു. ഇനിയാണ് ജീവിതത്തിൽ പല വിധത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. ഒട്ടേറെ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ജീവിതം തുടങ്ങിയ ആളുകൾക്ക് പലപ്പോഴും തിരിച്ചടികൾ വന്നു ചേരാറുണ്ട്. അപ്പോഴൊക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കും, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ മോശപ്പെട്ട അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. ഓരോ സമയത്തിൻ്റെ അവസ്ഥകൾ അത് മോശമാകുന്ന അവസ്ഥയിൽ നമ്മുടെ ജാതകത്തിലോ നമ്മുടെ ഗ്രഹനിലയിലോ ദശാകാലത്തിലോ അപഹാരത്തിലുമുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കും. അത് ദോഷമാണോ ഗുണമാണോ എന്ന് മനസ്സിലാക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആവലാതികൾ, വേദനകൾ ഉണ്ടാകുകയില്ല. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകും. ഈ സമയം മുതൽ ഈ സമയം വരെ നിങ്ങളുടെ ജീവിതത്തിൽ മോശപ്പെട്ട അവസ്ഥകൾ വന്നു ചേരും. അതുകൊണ്ട് അതിനുവേണ്ടിയുള്ള പ്രതിവിധികൾ ചെയ്യുന്ന പക്ഷം ആ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കും എന്നുള്ളൊരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകും. അതുകൊണ്ടാണ് ജ്യോതിഷത്തിന് ഇത്രയധികം പ്രസക്തി വന്നു ചേരുന്നത്. നമ്മുടെ ദോഷ സമയം മനസ്സിലാക്കിക്കൊണ്ട് അതിനുള്ള പ്രതിവിധികൾ ചെയ്യുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ ദുരിതം അനുഭവിക്കേണ്ടി വരികയില്ല. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഗുണങ്ങൾ വന്നു ചേരുന്ന സമയത്ത് ഗുണങ്ങൾ അറിയാതെ പോകുന്നു. ദോഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ ദോഷ ദുരിതങ്ങൾ മാറ്റുന്നതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ വരുന്നു, അതിനുള്ള ബോധ്യം ഇല്ലാതെ വരുന്നു. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ അനുകൂലമായി നിൽക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഇവർ പ്രതിവിധികൾ ചെയ്തു പോവുകയാണെങ്കിൽ പൂർണ്ണ തോതിലുള്ള അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. നേട്ടങ്ങളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. ഗുണപരമായിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേരും. ഗജകേസരി യോഗത്തിന് തുല്യമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരും. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിലുള്ള മഹാഭാഗ്യം വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ദിവസേനയുള്ള എൻ്റെ ഉപാസനാ ശക്തിയായ ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉന്നതിക്കും ഉയർച്ചയ്ക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. അതിനു വേണ്ടത് താങ്കളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതുമാത്രം മതി. നിങ്ങളുടെ ആവശ്യവും കമൻറ്റ് ബോക്സിൽ ചുരുങ്ങിയ വാക്യത്തിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അനുകൂലമായ സമയം വന്നു ചേരുന്ന നക്ഷത്രക്കാരിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർദം നക്ഷത്രമാണ്. പുണർദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഇവർക്ക് വന്നുകൊണ്ടേയിരിക്കും. സമ്പാദ്യം വർദ്ധിക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിതം ഇവർക്ക് നയിക്കാൻ സാധിക്കും. ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച രീതിയിൽ ഉയർച്ചകൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മികച്ച അവസരങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതിലൂടെ വലിയ ഭാഗ്യം, വലിയ ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന, ഒട്ടേറെ ഉയർച്ചയിലൂടെ കുതിച്ചുവരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്കുണ്ടാകും. അതോടൊപ്പം തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ മാറുന്നതിനും ജോലിയിൽ ഉയർച്ചകൾ വന്നു ചേരുന്നതിനും സാധിക്കുന്നൊരു സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയം നക്ഷത്രമാണ്. പൂയം നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരുകയും കുടുംബത്തിൽ ഐശ്വര്യവും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാവിധ തടസ്സങ്ങൾ മാറുന്നതിനും വീട്ടിൽ എല്ലാവിധ നേട്ടങ്ങൾ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. ഇവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടപ്പിലാകുന്ന ഏറ്റവും അനുകൂലമായ ഒരു നേരമാണ്. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന
അസുലഭമായ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സമയമാണ്. ഈ അവസരത്തിലൂടെ ഈ നക്ഷത്രക്കാരുടെ ജീവിതം കുതിച്ചുയരുക തന്നെ ചെയ്യും. മിന്നുന്ന വിജയം ഇവർക്കുണ്ടാകും. പൂയം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായിട്ടുള്ള പരിരക്ഷ ലഭിക്കുന്ന ഒരു സമയമാണ്. രോഗദുരിതങ്ങളൊക്കെ മാറി ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യമാണ്, മഹാ ഐശ്വര്യമാണ്, സമൃദ്ധിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്താൻ പോകുന്നത്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. യഥാശക്തി വഴിപാടോ ഇഷ്ട വഴിപാടുകളോ ചെയ്ത് പ്രാർത്ഥിക്കുക. എല്ലാവിധ അനുഗ്രഹവും ദേവിയുടെ അനുഗ്രഹത്തിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ തന്നെ കാണാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അടുത്ത നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കുതിച്ചു വരാനുള്ള സാഹചര്യങ്ങളാണ്. മനസ്സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ, ദോഷദുരിതങ്ങൾ അധികരിച്ചു നിന്നിരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്, അതിനുള്ള മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന അസുലഭമായ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരം, അതായത് ജോലിയുമായി ബന്ധപ്പെട്ടോ പഠനവുമായി ബന്ധപ്പെട്ടോ ഗവേഷണവുമായി ബന്ധപ്പെട്ടോ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള അവസരവും അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങളുണ്ടാകുന്നു. മികച്ച ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം വന്നു ചേർന്നിരിക്കുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. മഹാവിജയം, നേട്ടങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന അസുലഭമായ നേട്ടത്തിൻ്റെ തുടർച്ച തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുക തന്നെ ചെയ്യുന്നു. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കും. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ്. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ കുതിച്ചുയരാൻ സാധിക്കും. രോഗദുരിതങ്ങളൊക്കെ മാറും. മനസ്സന്തോഷം ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നിരിക്കുന്നത്. ഇവർ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് സന്തോഷ വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സമ്പാദ്യം വർദ്ധിക്കുന്നു. നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സൗഭാഗ്യ വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നതും ഉയർന്ന വരുമാനം വന്നു ചേർന്നതുമായ അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. സമ്പാദ്യം വർദ്ധിക്കും. നേട്ടങ്ങളുണ്ട്. ഉയർച്ചകൾ വളരെയാണ് ഈ നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത്. അടുത്ത നക്ഷത്രം ചിത്ര നക്ഷത്രമാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ എത്തിച്ചേരുന്നു. ഈശ്വരാധീനമുണ്ട്. എല്ലാം കൊണ്ടും ഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ വന്നു ചേരാനുള്ള അവസ്ഥകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യകരമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ലഭിക്കുന്നത്. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരും. മികച്ച അവസരങ്ങൾ, മികച്ച ഉയർച്ചകൾ, സമ്പന്ന പദവി ഇതൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഐശ്വര്യദായകമായ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു. നേട്ടങ്ങളുണ്ട്, ഉയർച്ചകളുണ്ട്, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം. അടുത്ത നക്ഷത്രം രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുണ്ടാകുന്ന, ബന്ധുജനങ്ങളുടെ സഹായസഹകരണങ്ങളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിൻ്റെ നിർവ്വഹണമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ വർദ്ധിക്കും. നല്ലൊരു ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.